അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ SMS നമ്മുടെ ടാസ്കിൽ അതേപോലെ തന്നെ നമ്മുടെ ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർസിലൊക്കെ നമ്മൾ SMS ബന്ധപ്പെട്ടുള്ള നിരവധി സർവീസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് SMS-ൻ്റെ API ജനറേറ്റ് ചെയ്യുക? നമുക്ക് SMS-നൊരു പോർട്ടലുണ്ട്. ആ പോർട്ടലിൽ ലോഗിൻ ചെയ്തിട്ട് ഓരോ കസ്റ്റമേഴ്സിൻ്റെയും API ഏത് രീതിയിലാണ് ജനറേറ്റ് ചെയ്യേണ്ടതെന്നുള്ളതും ആ ജനറേറ്റ് ചെയ്ത API ഏത് രീതിയിലാണ് നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് API ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ എൻ്റെ സ്ക്രീൻ റെക്കോർഡിങ്ങിലൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് നമ്മുടെ SMS-ഉമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ API രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പുതിയ ഒരു പ്ലാറ്റ്ഫോം നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ പ്ലാറ്റ്ഫോമിൽ API ചെയ്യുന്നതിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ട്. ആ ചേഞ്ചസ് പ്രകാരം എങ്ങനെയാണ് പുതിയ API ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ IMC-ൻ്റെ SMS പോർട്ടലിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ IMC-ൻ്റെ SMS പോർട്ടൽ. ഇവിടെ നമ്മൾ ഏത് കസ്റ്റമറിനാണോ നമ്മൾ API ജനറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ കസ്റ്റമർക്ക് വേണ്ടി നമ്മൾ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അവരെ നമ്മൾ ഈ പോർട്ടലിൽ രജിസ്റ്റർ ഉണ്ടാവും. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ API ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ യൂസർ ID പാസ്വേഡ് നമ്മൾ അടിച്ച് നമ്മൾ ഈ സൈറ്റിൽ ലോഗിൻ ചെയ്യണം. അപ്പോൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇതായിരിക്കും, ഇങ്ങനെ ഒരു ഡാഷ്ബോർഡ് ആയിരിക്കും ആ കസ്റ്റമറുടെ API കസ്റ്റമറുടെ SMS-ൻ്റെ പ്ലാറ്റ്ഫോമിൽ നിലവിലുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ API ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ API ആക്സസ് ടോക്കൺ എന്ന് പറയുന്ന ഒരു മെനു ഉണ്ടാവും. ഈ മെനുവിൽ ഇവിടെ നമുക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ക്രിയേറ്റ് ആക്സസ് ടോക്കൺ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ട പേരിൽ എന്ത് ചെയ്യാം, ഇവിടെ ഒരു ആക്സസ് ടോക്കൺ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഒരു ആക്സസ് ടോക്കൺ ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആക്സസ് ടോക്കൺ ജനറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ വന്നു കഴിഞ്ഞാൽ വ്യൂ ടോക്കൺ കീ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുള്ള ആക്സസ് ടോക്കണും അതേപോലെ തന്നെ ആക്സസ് ടോക്കണിന്റെ കീയും നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ തന്നെ ഡോക്യുമെന്റേഷനിൽ എന്തുണ്ട്, നമുക്കിവിടെ API സിഗ്നേച്ചർ എന്ന് പറയുന്ന സിഗ്നേച്ചർ ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ SMS ചെയ്യുമ്പോൾ ഇതിൽ പ്രാവശ്യം വന്നിട്ടുള്ള ചേഞ്ചസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ SMS ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സിഗ്നേച്ചറും അതേപോലെ തന്നെ എക്സ്പയറി നമ്മൾ ഇതിലേക്ക് ജനറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മൾ ഈ സിഗ്നേച്ചറും അതേപോലെ തന്നെ എക്സ്പയറിയും ആഡ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിനിവിടെ നമുക്ക് ഫസ്റ്റ് ഈ API സിഗ്നേച്ചർ ക്രിയേഷൻ എന്നുള്ള ടാബിലുള്ള ക്രിയേറ്റിംഗ് എ സിഗ്നേച്ചർ ഫോർ SMS API എന്നുള്ള ഈ ഓപ്ഷനാണ് എടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു PHP കമൻറ്റ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ കമൻറ്റ് എന്ത് ചെയ്യാം, ഒന്ന് കോപ്പി ചെയ്യാം. അതിനുശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ഓൺലൈൻ PHP കമ്പൈലർ എന്ത് ചെയ്യാം, നമ്മൾ എനേബിൾ ആക്കുക. ഇവിടെ PHP കമ്പൈലർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യത്യസ്തങ്ങളായ PHP കമ്പൈലറുകൾ കിട്ടും. ഞാനിപ്പോൾ ഇതിലൊരു PHP കമ്പൈലർ ഓപ്പൺ ആക്കി. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് കോപ്പി ചെയ്ത കമൻറ്റ് ഞാനിവിടെ പേസ്റ്റ് ചെയ്ത് ഇനി ഇവിടെ നമുക്ക് ആക്സസ് ടോക്കൺ അതേപോലെ ആക്സസ് കീ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ എന്ത് ചെയ്യാണ്, നമ്മളുടെ നേരത്തെ നമ്മൾ ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആക്സസ് ടോക്കൺ ഉണ്ട്. നമ്മുടെ API ആക്സസ് ടോക്കൺ വരിക. അതിൽ നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആക്സസ് ടോക്കണിൽ ഈ ആക്സസ് ടോക്കൺ നമ്മൾ എന്ത് ചെയ്യുക, അതിന് കോപ്പി ചെയ്യുക. അത് നമ്മളിവിടെ ആക്സസ് ടോക്കൺ എന്നുള്ളിടത്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതേപോലെ തന്നെ ഇവിടെ ആക്സസ് ടോക്കൺ കീ ഉണ്ട്. അത് ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഇവിടുന്ന് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഇതേപോലെ ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് നമ്മളതിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, ഈ എക്സ്പയറിയുടെ പീരീഡ് എത്രയാണെന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് 1 മിനിറ്റോ 5 മിനിറ്റോ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റ് നമുക്ക് കൊടുക്കാൻ കഴിയും. ഇപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഇയറിലേക്കാണ് അല്ലെങ്കിൽ 2 ഇയറോ, അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 ഇയർ ആണ് കൊടുക്കുന്നത്. അപ്പോൾ 3 ഇയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഒരു പീരീഡ് എക്സ്പയറി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം നമ്മളിവിടെ ഇത് പ്രിന്റ് ചെയ്യിക്കണം. അപ്പോൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് എക്കോ എന്ന് പറഞ്ഞിട്ട് ഡബിൾ കോട്ടിനുള്ളിൽ ഒരു ഡബിൾ സ്റ്റാർ ഇട്ടതിന് ശേഷം അതിന്റെ സെമിക്കോളം കൊടുത്ത് ഞാൻ ഈ കമന്റ് റൺ ചെയ്തു. അപ്പൊ റൺ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഒരു എക്സ്പയറിയും അതേപോലെ തന്നെ ഒരു സിഗ്നേച്ചറും ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇതാണ് നമ്മളുടെ എക്സ്പയറി സിഗ്നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എക്സ്പയറിയും സിഗ്നേച്ചറും ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോർട്ടലിലേക്ക് വരിക. ഇവിടെ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്കിവിടെ API ഡോക്യുമെന്റേഷൻ ഉണ്ട്. ഈ API ഡോക്യുമെന്റേഷനിൽ ഗെറ്റ് SMS എന്ന് പറയുന്നതിൽ സെൻഡ് SMS എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ സെൻഡ് SMS ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു സാമ്പിൾ API-ൻ്റെ ഫോർമാറ്റ് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നമ്മളിപ്പോൾ ഒരു നോട്ട് പാഡിലേക്കോ അല്ലെങ്കിൽ വേർഡിലേക്കോ നമ്മൾ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് എന്തുണ്ടാവും, നിലവിൽ പിന്നെ SMS-ൻ്റെ URL കാര്യങ്ങൾ ഉണ്ടാവും. അതിനുശേഷം നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ആക്സസ് ടോക്കൺ ഉണ്ടാവും. ഓക്കെ, അതേപോലെ എക്സ്പയറി ഉണ്ടാവും, സിഗ്നേച്ചർ ഉണ്ടാവും. അപ്പോൾ ഈ ആക്സസ് ടോക്കൺ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സൈറ്റിൽ നിന്ന് ഇവിടുന്ന് നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഈ API-ൻ്റെ ആക്സസ് ടോക്കൺ ആണ്
അവിടെ കൊടുക്കേണ്ടത്. ഈ ആക്സസ് ടോക്കൺ ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് അവിടെ കൊടുക്കണം. അതേപോലെ തന്നെ നമ്മൾ ഈ PHP എഡിറ്ററിൽ ജനറേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പയറി അതേപോലെ തന്നെ സിഗ്നേച്ചർ എന്നുള്ളതാണ് നമ്മൾ എവിടെ കൊടുക്കേണ്ടത്. ഈ എക്സ്പയറി സിഗ്നേച്ചർ എന്നുള്ളിടത്ത് അതിൻ്റെ ഫീൽഡിൽ കറസ്പോണ്ടിങ് ആയിട്ട് കൊടുക്കേണ്ടത്. പിന്നെ അതിന് ശേഷം വരുന്നത് SMS ഹെഡറാണ്. SMS-ന്റെ ഹെഡർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്രൂവൽ എടുത്ത ഹെഡർ അവിടെ കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ കണ്ടന്റ് അപ്രൂവ് എടുത്തിട്ടുള്ള മെസ്സേജുകൾ എന്താണെന്ന് വെച്ചാൽ കണ്ടന്റ് ഇവിടെ കൊടുക്കണം. അതിനുശേഷമുള്ള ഫോൺ നമ്പർ, അതേപോലെ തന്നെ കണ്ടന്റ് ടൈപ്പ്, മെസ്സേജ് അത് ടെക്സ്റ്റ് ആണോ യൂണിക്കോഡ് ആണോ എന്നുള്ള കണ്ടന്റ് ടൈപ്പ് ഇവിടെ കൊടുക്കാൻ പറ്റും. അതിനുശേഷം എൻറ്റിറ്റി ID കൊടുക്കുക, ടെംപ്ലേറ്റ് ID കൊടുക്കുക. ഇത്രയും ഫീൽഡാണ് നമുക്ക് ഒരു API-ലേക്ക് ആവശ്യമുള്ളത്. ഇത്രയും ഫീൽഡ് കൊടുത്ത് ജനറേറ്റ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ API സെറ്റ് ആവും. ഈ API ആണ് നമ്മുടെ കസ്റ്റമേഴ്സിന് അവരുടെ സിസ്റ്റത്തിൽ കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുള്ളത്.